ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA ശ്രീ സുമേഷ് അവർ, സാദേവട്ടൻ, ജില്ലാ ഫയർ മേധാവി അരുൺ ഭാസ്കർ സാർ, ഡോക്ടർ ചാൾസൻ സാർ, നമ്മുടെ സ്വാഭാവികമായും ചാൾസൻ സാറെ സംബന്ധിച്ച് പറയുന്നതാണെങ്കിൽ ഒരു നല്ല ജോലിയുണ്ട്. ലൈഫ് ഗാർഡ് കൂടാതെ ഒരു സ്വിമ്മിംഗ് അക്കാഡമി, നീന്തൽ പരിശീലനം നടത്തുന്നു. നല്ല ഒരുപാട് പരിശീലകരായി രക്ഷിതാക്കളെല്ലാം അവിടെ വന്ന് നല്ല രീതിയിലൊരു സാമ്പത്തികമായി മെച്ചപ്പെട്ട ലൈഫ് നയിക്കേണ്ടുന്ന സമയത്ത് സാമൂഹിക ബോധം ഏറ്റവും അധികം ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ് മുങ്ങിമരണം. അതേപോലെ തന്നെ ലോക സമാധാനം, വ്യത്യസ്തമായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ രണ്ട് മുദ്രാവാക്യങ്ങളെയും ഈ രണ്ട് സന്ദേശങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇത്തരം നിരവധിയായ പരിപാടികൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ബഹുമാന്യ വ്യക്തിക്ക് ആദ്യമായി തന്നെ ഒരു ആദരമർപ്പിക്കുന്നു. കഴിഞ്ഞ 28-ാം തീയതി പെരുമ്പാപ്പുഴയിൽ നിങ്ങൾ 48 പേരോളം, 40 പേരാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, 48 പേരോളം ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ സന്ദേശം ഉയർത്തിക്കൊണ്ട് പെരുമ്പാപ്പാലത്തിലെ കൂടെ ക്രോസ് ചെയ്തുകൊണ്ട് നിരവധി തവണ കടന്നു പോകുമ്പോൾ അവിടെ ഫയറിന്റെ ഓഫീസർ പറഞ്ഞത് ഓർമ്മയുണ്ട്. ഒരു ഫയർ ഓഫീസിൽ ആദ്യമായി അവര് പ്രാർത്ഥിക്കുന്നത് ഇന്നൊരു പണിയും ഉണ്ടാവരുതേ എന്നായിരിക്കും. കാരണം അവരെ ജോലി മിക്കവാറും ഏറ്റവും അപകടം പിടിച്ചതായിരിക്കും, ഒരു ദുരന്തമായിരിക്കും. അങ്ങനെ ദുരന്തമില്ലാതിരിക്കട്ടെ എന്നതാണ് അവരെല്ലാവരും പ്രാർത്ഥിക്കുക. എന്ന് ജോലി ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അത് വളരെ ശരിയാണ്. അത് കൂടുതൽ കടലിലായിരിക്കും. കടല് വെള്ള മുങ്ങിമരണം, നിരവധിയായ മുങ്ങിമരണങ്ങളിൽ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ വളരെയത് ഈ ലോക സമാധാന മുങ്ങിമരണമില്ലാത്ത ഒരു ലോകം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു 3 മണിക്ക് ഇവിടുന്ന് വളരെ ദൂരോട്ടേക്ക് പോയിട്ടുണ്ടാകും. അവിടുന്ന് നമ്മളെ കാണുന്നുണ്ടോ എന്നറിയില്ല. ഞങ്ങളാരും അങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളെ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ അത് വളരെ ഇപ്പം കാണുന്ന കടൽ വളരെ ശാന്തമായി കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കുറച്ചങ്ങോട്ട് ഉള്ളോട്ട് പോയി നോക്കുമ്പോൾ വളരെയധികം റഫായിട്ടാണ് തോന്നിയത്. അപ്പം അതിലെല്ലാം നല്ല രീതിയിലുള്ള അതിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിശീലനം കൊണ്ടാണ് നമുക്ക് വിജയകരമായിട്ട് അത്രയും ദൂരം കടന്നുപോയി അതേപോലെ തന്നെ തിരിച്ച് നമുക്കിവിടെ എത്തിച്ചേരാനും വേണ്ടി സാധിച്ചിട്ടുള്ളത്. അത് നമുക്ക് കിട്ടിയ പരിശീലനത്തിന്റെ ഭാഗമാണ്. ഏതൊരു കഴിവും തെളിയിക്കപ്പെടുന്നത് അവർക്ക് കിട്ടുന്ന വ്യക്തമായ പരിശീലനമാണ്. അതെങ്ങനെ പരിശീലനം കൊടുക്കണമെന്ന് വളരെയധികം കഴിവോടുകൂടി അല്ലെങ്കിൽ നല്ല രീതിയിൽ അറിയുന്ന ഒരു വിദഗ്ധനാണ് ഡോക്ടർ ചാൾസൻ സാർ. കൂടുതലൊന്നും പറയുന്നില്ല. നാളെ പുതുവർഷം ജനുവരി 1-ാം തീയതി പുതുവർഷത്തിൽ ഈ 26 വർഷത്തിലെങ്കിലും നമ്മുടെ നാട്ടിലൊരു ദുരന്തമായ മുങ്ങിമരണങ്ങളില്ലാത്ത ഒരു ലോകമുണ്ടാകട്ടെ, നല്ല അശാന്തിയില്ലാത്ത ഒരു ലോകമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ കൂടെ നമ്മുടെ ഈ യുദ്ധവിരുദ്ധ മുങ്ങിമരണമില്ലാത്ത ഒരു ലോകത്തിനു വേണ്ടി ജലശയനം നടത്തിയ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തും.